പിണറായി വിജയൻ CPIM-ന്റെ നേതാവായതുകൊണ്ടാണ് ഈ വേട്ടയാടൽ. 51 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു ജൂൺ മാസത്തിലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് സഖാവ് പിണറായി വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി. മുഖം കാണിക്കാൻ ധൈര്യമില്ലാത്ത പോലീസുകാർ മുഖം മറച്ച് ലോക്കപ്പിലിട്ട് ദിവസങ്ങളോളം മർദ്ദിച്ചത്. അതിനെയൊക്കെ അതിജീവിച്ച് CPIM-ന്റെ നേതാവായി, കേരളത്തിലെ ജനങ്ങളുടെ നേതാവായി മാറിയ പിണറായിയെയും CPIM-നെയും തകർക്കാനാണ് ലക്ഷ്യമെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങും, അതിന് നേരിടും. CPIM-നെ തകർക്കാൻ ഒരു ശക്തിയെയും കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല. CPIM എടുക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഇപ്പോൾ സംഘപരിവാർ ശക്തികളെ വെട്ടിലാക്കുന്നു, അവരെ അതിൽ അസൂയാലുക്കളാക്കുന്നു, അവരെ അസ്വസ്ഥരാക്കുന്നു എന്നതാണ് ഇതിൻ്റെ കാരണം. ഇത് ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ നേരിടും. അടിയന്തരാവസ്ഥ അതിജീവിച്ച പ്രസ്ഥാനമാണ് CPIM. അതുകൊണ്ട് ഇതിനെയൊക്കെ ഞങ്ങൾ നിഷ്പ്രയാസം നേരിടും. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിധത്തിലുള്ള ഭയവുമില്ല എന്ന് ഈ ശക്തികൾ മനസ്സിലാക്കണം. CPIM-നെ ഭയപ്പെടുത്തുകയാണ് ലക്ഷ്യമെങ്കിൽ പുല്ലാണ് ഞങ്ങൾക്ക് ഈ നീക്കങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക.